ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, ഒരു മാസത്തോളമായിട്ടുണ്ടായിരിക്കും വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. ചുമ, പനി, അതേപോലെ തന്നെ ത്രോട്ട് പെയിൻ ഒക്കെ കാരണം സൗണ്ടൊക്കെ മൊത്തം പോയി കിടക്കായിരുന്നു. ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങി, വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചി കിൻഡർ ഗാർഡനിലോട്ട് പോണ കാരണം എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഈ ജലദോഷവും പനിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അത് എനിക്കും കിട്ടി, സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയി കിടക്കായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം ബെറ്ററായി വരുന്നുണ്ട്. അത് കാരണം ഞാൻ ഇനിയും വീഡിയോസ് ഇട്ട് തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇൻ്റഗ്രേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എൻ്റെ ലാംഗ്വേജ് കോഴ്സ് B1 ഞാനിപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2019 ജർമ്മനിയിൽ എത്തി. എന്നിട്ട് ഞാൻ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ലാംഗ്വേജ് പഠിക്കാനായിട്ട്. പക്ഷെ എങ്കിൽ കൂടിയും കൊറോണയൊക്കെ കാരണം മുടങ്ങി കിടക്കായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വീണ്ടും എൻ്റെ കൊച്ചു കിൻഡർ ഗാർഡനിൽ പോയി തുടങ്ങിയപ്പോൾ ഞാനിപ്പോൾ ടോട്ടലി ഫ്രീ ആയി. അത് കാരണം ലാംഗ്വേജ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വർക്ക് ചെയ്തിരുന്നു, ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ആ വർക്കും ഞാനിപ്പോൾ നിർത്തി. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ കോഴ്സാണ് പഠിക്കണതെന്ന് പറഞ്ഞു. അതിന് മുൻപ് എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ ഒരു മഠമാണ് കേട്ടോ. സിസ്റ്റേഴ്സൊക്കെ താമസിക്കണ, അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പം ആ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മഠാണിത്. അപ്പം ഞാനിവിടെ ഇൻ്റഗ്രേഷൻ കോഴ്സാണ് പഠിക്കുന്നത്. ഇൻ്റഗ്രേഷൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ സ്പൗസ് വിസയിലാണ് വന്നത്. അപ്പോൾ സ്പൗസ് വിസയിൽ ഇവിടെ വരുന്നവർക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല, ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ ഇവിടുത്തെ കൾച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളതിനെ ഈ ഇൻ്റഗ്രേഷൻ കോഴ്സ് പഠിക്കാനായിട്ട് പറയും. അതായത് നമുക്ക് അവരൊരു സർട്ടിഫിക്കറ്റ് തരും. നമ്മളിത് പഠിക്കാൻ എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവർ തരും. നമ്മളിവിടെ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അവർ നമ്മളോട് പറയും ഇങ്ങനെ ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തന്ന് നമ്മൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ട് ഒരു സ്കൂളെ കണ്ടുപിടിക്കണം. അതായത് ഒരു സ്കൂള്, നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്കൂള് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ കോഴ്സ് B1 ലെവൽ വരെ നമ്മൾ പഠിക്കണം. അതിനാണ് ഇൻ്റഗ്രേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകുതി പൈസ ഞാനാണ് കൊടുക്കുന്നത്, പകുതി പൈസ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അതായത് 6 മൊഡ്യൂളാണ് വരുന്നത്. 6 മൊഡ്യൂളും പ്ലസ് ഒരു ഓറിയന്റേഷൻ കോഴ്സ് ഉണ്ടായിരിക്കും. ഓറിയന്റേഷൻ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജർമ്മനിയുടെ ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ പൊളിറ്റിക്സും പിന്നെ ഇവിടുത്തെ ലീഗൽ സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഓറിയന്റേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫീസ് ഞാൻ പകുതി അടയ്ക്കും. അപ്പോൾ ഓരോ മൊഡ്യൂളിനും 195 യൂറോ വെച്ചാണ് ഞാൻ അടയ്ക്കുന്നത്. പകുതി ഗവൺമെന്റ് കൊടുക്കും. അപ്പം ഞാൻ B1 വരെ എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പകുതി ഞാൻ അടച്ച പകുതി പൈസ എനിക്ക് ഗവൺമെന്റ് തിരിച്ചു തരും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഇൻ്റഗ്രേഷൻ കോഴ്സിനുണ്ട്. അതേപോലെ തന്നെ ഈ ഇൻ്റഗ്രേഷൻ കോഴ്സ് പഠിക്കാൻ നമുക്കിപ്പോൾ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനും പ്രശ്നമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജോബ് സെന്റർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ ജോബ് സെന്ററിൽ പോയി നമ്മൾ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്തിടാണ്, നമുക്ക് ജോലിയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ജോബ് സെന്റർ നമുക്ക് പഠിക്കാനുള്ള പൈസ കൊടുക്കും. അതേപോലെ തന്നെ അവർ നമുക്കൊരു ജോലി റെഡിയാക്കി തരും. അപ്പം നമ്മൾ ജോലിക്ക് പോകേണ്ട വരും പ്ലസ് നമ്മൾ കൂട്ടത്തിൽ പഠിക്കും വേണം. അപ്പം അങ്ങനത്തെ ഒരു ജോബ് സെന്റർ എന്ന് പറഞ്ഞൊരു പരിപാടി കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ പൈസ ഇല്ലെങ്കിലും പ്രശ്നമല്ല, നമുക്കിവിടെ ജോബ് സെന്റർ ഉള്ളത് കാരണം ജോബ് സെന്ററിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലായാലും ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലായാലും നടക്കുന്ന കാര്യം പെട്ടെന്ന് കഥയ്ക്കാം. എൻ്റെ ക്ലാസ്സിലായാലും ഇപ്പോൾ കുറേ പേരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, മൊറോക്കോന്ന്, പിന്നെ എവിടുന്ന അങ്ങനെ കുറേ രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ജോബ് സെന്ററിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് അവരുടെ ഫീസ് പേ ചെയ്യുന്നത് ജോബ് സെന്ററാണ്. കുറേ പേരൊക്കെ എൻ്റെ പോലെ പകുതി ഫീസ് അടയ്ക്കും, പകുതി ഗവൺമെന്റ് അടയ്ക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേഷൻ കോഴ്സ്. അപ്പോൾ ഇപ്പോൾ സ്പൗസ് വിസയിലേക്ക് ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ലാംഗ്വേജ് B1 B2 വരെയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ ഓക്കെ, ഇൻ്റഗ്രേഷൻ കോഴ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ വർക്കിന് അപ്ലൈ ചെയ്ത് കയറാവുന്നതാണ്. അതല്ല, ഇപ്പോൾ ലാംഗ്വേജ് ഒന്നും അറിയാതെ ഇവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, സ്പൗസ് വിസയിൽ വരുന്നവരുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ്, അതായത് ഇൻ്റഗ്രേഷൻ കോഴ്സ് നമ്മളതിനെ ഇവിടുത്തെ ഗവൺമെന്റ് പഠിപ്പിക്കും. അവർ നമ്മളോട് പഠിക്കാൻ പറയും എന്തായാലും. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്കൂളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ B1 കഴിഞ്ഞു.
പ്ലസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഓൾഡ് ഏജ് ഹോമിലത്തെ വർക്ക് ഞാനിപ്പോൾ നിർത്തി. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി വന്നിട്ട് പറയാം. കാരണം ഞാനിപ്പോൾ ലേറ്റ് ആവും. ഇപ്പം തന്നെ 8:30 കഴിഞ്ഞു. എനിക്ക് ശരിക്കും 8:30 ക്ലാസ് തുടങ്ങുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം എൻ്റെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഞങ്ങൾക്ക് രാവിലെ 8:30 തൊട്ട് ഒരു ഉച്ചയ്ക്ക് 12:45 വരെയാണ് കോഴ്സ് ഉള്ളത്. എല്ലാ ദിവസവും ഇല്ല, തിങ്കളാഴ്ച ഇല്ല, ചൊവ്വാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ. ഇനി അടുത്തത്, ഞാൻ ഇവിടെ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ ഇവിടെ 6 മാസമാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉള്ളത്. 6 മാസം വർക്ക് ചെയ്തിരുന്നത് 6 മാസത്തിന്റെ പ്രൊബേസൈറ്റ് ആയിരുന്നു. പ്രൊബേസൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ട്രെയിനിങ് പീരീഡ്. നമ്മളിവിടെ എവിടെ വർക്ക് ചെയ്യാൻ കയറായാലും നമുക്കൊന്നെങ്കിൽ 3 മാസം അല്ലെങ്കിൽ ആദ്യത്തെ 6 മാസം നമുക്കിവിടെ പ്രൊബേസൈറ്റ് ആയിരിക്കും, ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് തീരുമാനിക്കാം ഇവിടെ ഇനി വർക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതേപോലെ തന്നെ വർക്ക് തരുന്നവർക്കും ഈ ഒരു ടൈമിൽ ഒബ്സർവ് ചെയ്യാം. അതായത് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ലാംഗ്വേജ് അവര് കാര്യമായിട്ട് നോക്കില്ല എങ്കിലും നമ്മുടെ വർക്കാണ് അവർ നോക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈമില് അവർക്ക് ഒബ്സർവ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അതെല്ലാം നമുക്ക് നമ്മളതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളതിനെ അവിടുന്ന് പിരിച്ചുവിടാവുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രൊബേസൈറ്റ് 6 മാസമായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ. അപ്പൊ 6 മാസമാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ജോലി നിർത്തി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ വേറെ ജോലി കിട്ടി. ഞാൻ അതിനിടയിൽ എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അവിടെ ജോലി കിട്ടിയപ്പോൾ ഞാൻ ഇവിടുത്തെ പ്രൊബേസൈറ്റ് കഴിഞ്ഞോട് കൂടി തന്നെ ഞാൻ അവിടെ റിസൈൻ ചെയ്തു. നമുക്കൊന്നെങ്കിൽ പ്രൊബേസൈറ്റിന്റെ ടൈമിൽ റിസൈൻ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ പിന്നെ റിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പ്രൊബേസൈറ്റ് കഴിഞ്ഞോട് കൂടി തന്നെ നിർത്തി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 6 മാസം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എൻ്റെ ഒരു കുഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാനിവിടെ A2 എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് A2 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ കയറിയിരുന്നു. ജോലി കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എൻ്റെ ഓൾഡ് ഏജ് ഹോം നിയർ ബൈ ഉള്ള ഓൾഡ് ഏജ് ഹോം സെർച്ച് ചെയ്തു ഗൂഗിളിൽ. എന്നിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ വാക്കൻസി നോക്കി. എനിക്ക് A2 ലെവൽ മാത്രമേ ഉള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് നേഴ്സായിട്ട് കയറാൻ പറ്റില്ല, പകരം എനിക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് അവിടെ കയറാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വാക്കൻസികൾ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ വാക്കൻസികൾ ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്തു. അവർക്ക് ഞാനൊരു ഇമെയിൽ അയക്കുകയാണ് ചെയ്തത്, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ എൻ്റെ CV ഒരെണ്ണം തയ്യാറാക്കിയിരുന്നു. ജർമ്മനിലാണ് CV തയ്യാറാക്കേണ്ടത്. ജർമ്മനിൽ CV തയ്യാറാക്കി. അതേപോലെ തന്നെ ഞാൻ ഒരു കവർ ലെറ്ററും കൂടി വെച്ചിരുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഈ ലാംഗ്വേജ് എവിടെ വരെ പഠിച്ചു, പിന്നെ ഡോയ്ച്ച്ലാൻഡിൽ ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് എത്ര വർഷമായി, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ച് ഞാനൊരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് CV-യും കവർ ലെറ്ററും കൂടി ഈ ഇമെയിൽ അറ്റാച്ച് ചെയ്ത് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തിരിച്ചെനിക്ക് റിപ്ലൈ അയച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഒരു ദിവസം ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ലാംഗ്വേജ് ഇത്രയേ ഉള്ളൂ, ഞാനിവിടെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ വർക്ക് ചെയ്യാൻ ആഗ്രഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവരെന്നോട് ചോദിച്ചു എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, അതായത് വീക്കെൻഡിൽ മാത്രമാണോ അതോ എല്ലാ ദിവസവും വരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ വീക്കെൻഡ് മാത്രമാണ് പോയിരുന്നത് അവിടെ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ജർമ്മനിയിൽ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു
എക്സ്പീരിയൻസ് ആവും. അതേപോലെ തന്നെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി, കാരണം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ അവിടെ കയറി എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ കയറിയുന്നത്. കാരണം നമ്മളവിടെ ചെല്ലുമ്പോൾ എന്നും സ്ഥിരമായിട്ട് കാണുന്ന അപ്പാപ്പന്മാരെ അമ്മമ്മമാരെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിയാം, അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കറിയാം. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങള്, പിന്നെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, ഏതൊക്കെ ഫുഡാണ് അവർക്ക് ഇഷ്ടം, ഏതൊക്കെ മെഡിസിനാണ് അവർ കഴിക്കുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവരുടെ നമുക്കറിയാവുന്ന കാരണം ജോലി കുറച്ചുകൂടി എളുപ്പമായിട്ടാണ് തോന്നിയിരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ആണ്. കാരണം ഓൾഡ് ഏജ് ഹോം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവരെന്നെ ഇങ്ങനെ അവിടെ ഒരൊറ്റയ്ക്കാണ് ആ ഒരു റൂമിൽ. അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങനെ ചില സമയത്ത് അവരിരുന്ന് കരയണ കാരണം ഡിപ്രഷനൊക്കെ ആയിട്ട്. അപ്പോൾ ചിലവരിങ്ങനെ ആരോടും മിണ്ടാനൊന്നും ഇല്ലാണ്ട്, മക്കളും ആരും ഫാമിലി ആരും കൂടെ ഇല്ലാണ്ടാവുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിരിക്കുമല്ലോ, വിഷമമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ അടുത്തേക്ക് സംസാരിക്കാനൊക്കെ ചെല്ലുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവരെപ്പോഴും താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ചില അപ്പന്മാരൊക്കെ ഇരുന്ന് കരയാറൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ചിലവരൊക്കെ പറയും ഇവിടെ വന്നിരിക്കെ എന്നോട് സംസാരിക്കുന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് പണിയൊന്നും അധികം ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ലാംഗ്വേജ് പഠിക്കാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഓൾഡ് ഏജ് ഹോമിൽ കയറുന്നത്. ഇപ്പൊ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയാലും ഫസ്റ്റ് ജോലി ചെയ്യുന്നത് ഈ ഓൾഡ് ഏജ് ഹോമിലേക്കാണ്. ഓൾഡ് ഏജ് ഹോമിലും അതേപോലെ ഹോസ്പിറ്റലിലും. പിന്നെ അവര് മറ്റേ നമ്മുടെ ആംബുലൻസ് ഉണ്ടല്ലോ, അവിടേക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെയും ഈ പറഞ്ഞ പോലെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നില്ല. കൂടുതലും മൊറോക്കോ രാജ്യത്തു നിന്നുള്ള പിള്ളേരായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അപ്പൊ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. കുറച്ചുകൂടി റിസ്ക് കുറവാന്ന് എനിക്ക് തോന്നി, കാരണം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കെല്ലാതും അറിയാവുന്ന കാരണം പണി കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയായിരുന്നു. പിന്നെ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണ്. അങ്ങനത്തെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ആൾക്കാർ കുറവായതുകൊണ്ട്, സ്റ്റാഫുമാർ കുറവായതുകൊണ്ട് നമ്മൾ മിക്കപ്പോഴും ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഓൾഡ് ഏജ് ഹോമിൽ. അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ നടുപോകുന്ന പണിയാണ് ഓൾഡ് ഏജ് ഹോമിലുള്ളത്. കാരണം കുറെ ഈ ഒരു ഫ്ലോറിൽ തന്നെ ചിലപ്പോൾ 24 അല്ലെങ്കിൽ 25 പേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ തന്നെ ഇവരുടെ ഇരിക്കുന്ന ചെയറിൽ നിന്ന് ബെഡിലേക്ക് മാറ്റലും ബെഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റലും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ നടുവിന് ചിലപ്പോൾ വേദനയൊക്കെ വന്നു വരാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, മെഷീൻ ഉണ്ട്, ഇവരെന്നെ പൊന്തിച്ച് കിടത്താനും ഇരുത്താനൊക്കെ മെഷീൻ ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ വെച്ച് വരുമ്പോൾ നമ്മുടെ പണി 8 മണിക്ക് പണി തീരേണ്ട പണിയാണെങ്കിൽ ചിലപ്പോൾ 10 മണിയാവും നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ. അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് തന്നെ ഇവരെന്നെ എല്ലാവരും ഇങ്ങനെ കൈകൊണ്ടാണ്, നമ്മൾ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പൊ പിന്നെ നമുക്കത് നമ്മുടെ ബോഡീനെ നമ്മളത് വേദനിപ്പിക്കുകയാണ്. നമുക്ക് എന്തായാലും നടുവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എങ്കിൽ കൂടിയും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇവരിപ്പോ ചിലർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ അവർ നമ്മളതിനെ ചീത്ത പറയും, നമ്മളതിനെ ചിലപ്പോൾ അടിക്കാൻ വരും, ചിലപ്പോൾ നമ്മളതിനെ അടിച്ചൊന്നും വരാം. പക്ഷെ എങ്കിൽ കൂടി അതൊന്നും കുഴപ്പമില്ല, കാരണം അവർക്ക് വയ്യാത്തത് കൊണ്ടാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നിയില്ല. അതേപോലെ തന്നെ അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ദേഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാറില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ അതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷെ എങ്കിൽ കൂടി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നടുവും അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്നോടത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ചിലപ്പോൾ എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ഇങ്ങനെ ആവണമെന്നില്ല, എങ്കിൽ കൂടി ഞാൻ വർക്ക് ചെയ്തിരുന്നോടത്ത് അത്യാവശ്യം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഞാനാണ് ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യാതിരുന്നത്. ഞാൻ ലേറ്റ് ഷിഫ്റ്റിനാണ് പോയിരുന്നത്. അതായത് ഉച്ചയ്ക്ക് 1:30 തൊട്ട് വൈകിട്ട് 8 മണി വരെയൊക്കെയുള്ള വർക്കിനാണ് ഞാൻ പോയിരുന്നത്. ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുമാർ പൊതുവെ കുറവാണ്. പക്ഷെ മോർണിംഗ് ഷിഫ്റ്റിന് ഒരു 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 ഫ്ലോറിൽ ചിലപ്പോൾ രണ്ട് സ്റ്റാഫുമാർ അല്ലെങ്കിൽ മിക്കതും 3 സ്റ്റാഫുമാർ ഉണ്ടായിരിക്കും. പക്ഷെ ലേറ്റ് ഷിഫ്റ്റിന് പൊതുവെ സ്റ്റാഫുമാർ കുറവാണ് ഉണ്ടാവാറ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് നെഗറ്റീവ് അല്ല, ഇതൊക്കെയാണ് കുറച്ച് എനിക്ക് ഓൾഡ് ഏജ് ഹോമിലത്തെ വർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള ബുദ്ധിമുട്ടുകളായിട്ട് തോന്നിയിരുന്നത്.
പക്ഷെ എങ്കിൽ കൂടി കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിരുന്നത്. എനിക്കിഷ്ടമായിരുന്നു ഓൾഡ് ഏജ്. ഞാൻ ആദ്യമായിട്ടാണ് ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുന്നത്. അത് ഇവിടെ വന്നിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമുകളൊന്നും ഇല്ലല്ലോ അങ്ങനെ. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ ഓൾഡ് ഏജ് ഹോമുകളാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം എവിടെ തിരിഞ്ഞാലും ഓൾഡ് ഏജ് ഹോമുകളാണ്. അത് കാരണം അതുകൊണ്ട് തന്നെ ഇവിടെ അതേപോലെ തന്നെ വാക്കൻസികളും ഉണ്ട്. അപ്പോൾ ഓൾഡ് ഏജ് ഹോമിലത്തെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹോസ്പിറ്റലിൽ കിട്ടിയിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ആയാലും അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. അവരുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ വാക്കൻസി നോക്കി ഞാൻ എൻ്റെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള CV-യും അതേപോലെ കവർ ലെറ്റർ ആയാലും ജർമ്മനിൽ തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ രണ്ടും കൂടി അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അവര് തിരിച്ച് ഇമെയിൽ അയച്ചു. ഒരു അതായത് ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് അവർ തന്നു. അപ്പോയിന്റ്മെന്റ് ദിവസം ഞാൻ അവിടെ ഇന്റർവ്യൂവിന് ചെന്ന് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് അവരെന്നോട് എന്താണ് ചെയ്യുന്നത്, ലാംഗ്വേജ് എത്ര വരെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ നേഴ്സിംഗ് കോഴ്സ് ഫിനിഷ് ചെയ്തിട്ടുള്ള കാരണം അവര് പറഞ്ഞു ഇവിടെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും അവർക്ക് ഇഷ്ടം നേഴ്സായിട്ട് തന്നെ കയറാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കും അത് തന്നെയാണ് താല്പര്യം. കാരണം ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു, പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, B1 വെച്ച് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും നമുക്കിവിടെ നേഴ്സിംഗ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ അത് തന്നെയാണ് ഹോസ്പിറ്റലുകാർ എന്നോട് പറഞ്ഞത്. അവർക്ക് നേഴ്സിംഗ് അസിസ്റ്റന്റുമാരെ അവിടെ ആവശ്യമില്ല, പക്ഷെ നേഴ്സുമാരെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്നോട് ലാംഗ്വേജ് പഠിച്ച് ഇവിടെ അനാർക്കണിങ് അതായത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിനെ അവർ സഹായിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറിയിരിക്കുകയാണ്. ഡിസംബർ തൊട്ടാണ് എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓൾഡ് ഏജ് ഹോമിലത്തെ വർക്ക് നിർത്താനുള്ള കാരണവും ഇത് തന്നെയാണ്. ഹോസ്പിറ്റലിൽ കിട്ടിയതുകൊണ്ട്. ഹോസ്പിറ്റലിൽ എനിക്ക് തൊട്ടടുത്താണ് ഈ ഓൾഡ് ഏജ് ഹോം. കുറച്ച് ദൂരമുണ്ട്, ട്രെയിനിൽ പോയി വരാനുള്ള ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു വേണ്ടത്. അതെനിക്ക് അവിടെ നിന്ന് കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ എങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുറച്ച് 2-3 പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അവിടെ ഓക്കെ ആയിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റന്റുമാരുടെ സാലറി പറയുകയാണെങ്കിൽ നേഴ്സുമാരെക്കാളും വിട്ട് കുറവാണ്. പിന്നെ നമ്മൾ എത്ര മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാനിപ്പോ പാർട്ട് ടൈം ആയിട്ടാണ് പോയിരുന്നത്. പാർട്ട് ടൈം ആയിട്ട് 2 ആഴ്ച 2 വീക്കെൻഡ്, അതായത് 4 ദിവസം മാസത്തിൽ, അത്രയും ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയിരുന്നുള്ളൂ. ഒരു മിനി ജോബാണ് ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ സാലറി എന്ന് പറയുന്നത് 450 യൂറോയായിരുന്നു. അതായത് 450 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 40,000 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി മിനി ജോബിന് ഇവിടെ ടാക്സ് അവർ പിടിക്കില്ല. 450 യൂറോനേക്കാളും മുകളിലാണെങ്കിൽ മാത്രമാണ് അവർ ടാക്സ് പിടിക്കുള്ളൂ. അതല്ലെങ്കിൽ അവർ ടാക്സ് പിടിക്കില്ല. പക്ഷെ ഇനിയിപ്പോ മിനി ജോബിന്റെ ഇത് അവർ കൂട്ടാൻ പോവാണ്. മിനി ജോബിന് ഇപ്പൊ 450 യൂറോ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അത് ഇനി 500 സംതിങ് യൂറോയിലോട്ട് മാറ്റാൻ പോവാന്ന് പറഞ്ഞിരുന്നു. അത് മാറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടെ എന്നാ മാറാന്നുള്ളത്. പക്ഷെ എന്തായാലും അവർ മാറ്റും. അതേപോലെ തന്നെ നമ്മുടെ സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഏത് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ എത്ര അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ സാലറി എല്ലാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്ര അവർ വർക്ക് ചെയ്യുന്നു, പിന്നെ എത്ര ഓവർ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നു, അതേപോലെ ഏത് ലെവലാണ് നമ്മൾ, അതായത് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണോ നേഴ്സാണോ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ കൂടി ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സാലറിയാണ് ഞാൻ അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അതേപോലെ തന്നെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതേപോലെ എന്ത് കോഴ്സാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന കോഴ്സ്, ഇന്റഗ്രേഷൻ കോഴ്സ് ആർക്കൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.